അതിനകത്ത് വലിയ വസ്തുതയില്ല. നമുക്കൊരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. എന്നാൽ കേരളത്തിന്റെ ഒരു സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നിലനിൽക്കുന്നിടത്തോളം നമ്മുടെ എല്ലാ ആഗ്രഹങ്ങൾക്കനുസരിച്ചും ചെയ്യാൻ കഴിയാത്ത പ്രതിസന്ധി ഉണ്ടാവും. കുട്ടനാട്ടിൽ ഞങ്ങളുമായി തന്നെ കൃഷി വകുപ്പുമായി തന്നെ ബന്ധപ്പെട്ട് കുട്ടനാടിന്റെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾക്കായി നീക്കിവെച്ച കഴിഞ്ഞ പ്രാവശ്യം 19 കോടി ആയിരുന്നു. ഇപ്പോൾ അത് 36 കോടിയോളം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു വർധനവ് ചില മേഖലയിലെല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുട്ടനാടിനെ അങ്ങ് തഴഞ്ഞു എന്ന് പറയുന്നത് ഒട്ടുമേ ശരിയല്ല. നെൽകർഷകരെ സഹായിക്കാൻ കഴിയുന്ന തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന് അടക്കം അവിടെ പെട്ടിയും പറയുമെല്ലാം മാറ്റി വെർട്ടിക്കൽ ആക്സിൽ ഫ്ലോ പമ്പുകളാക്കുക എന്നുള്ളതിനെല്ലാം വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ദീർഘകാലമായി കർഷകർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതും അവർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായ പ്രശ്നമായിരുന്നു അത്. അതിന് മുൻകാലങ്ങളിൽ വെച്ചതിനേക്കാൾ കൂടുതൽ തുകയാണ് കൃഷി വകുപ്പ് മുഖാന്തരം നടപ്പിലാക്കുന്ന ആ പദ്ധതിക്കും നീക്കിവച്ചിരിക്കുന്നത്. നമ്മുടെ ജില്ലയ്ക്ക് പൊതുവെയും ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നല്ല പരിഗണന തന്നെ ബജറ്റിനകത്ത് ലഭ്യമായിട്ടുണ്ട്. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ നമ്മൾ ബജറ്റിന് പുറത്ത് നമുക്ക് എന്തെങ്കിലും സഹായം കിട്ടുമോ? റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായിട്ട് നമ്മൾ അത്തരം സഹായങ്ങൾ ലഭ്യമാകുന്നതിനെ കുറിച്ച് നോക്കുകയുണ്ടായി. 2024 മുതൽ ഏതാണ്ട് 2370 കോടിയോളം രൂപ കേരളത്തിന്റെ കാർഷിക മേഖലയ്ക്ക് ലഭിക്കുന്ന തരത്തിലേക്ക് എത്തും. അത് നമ്മുടെ കുട്ടനാട് അടക്കമുള്ള മേഖലയ്ക്കും അതിന്റെയും പ്രയോജനം ഉണ്ടാവാൻ പോവുകയാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഏതെല്ലാം ഇനങ്ങളിൽ നിന്ന് പണം ലഭ്യമാക്കാൻ കഴിയും എന്നുള്ളത് നോക്കുന്നുണ്ടായിരുന്നു. നമ്മൾ തന്നെ നിശ്ചയിക്കുന്ന അനുസരിച്ചിട്ടാണ് അത്തരം പ്രോജക്റ്റുകളുടെയൊക്കെ ഭാഗമായുള്ള പണം ലഭ്യമാവുന്നത്. 2370 കോടിയുടെ പണം വരുമ്പോൾ നമ്മുടെ കാർഷിക മേഖലയിൽ നമ്മളെന്തെല്ലാമാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനാണ്. ഇന്ന് കൃഷിയുമായി ബന്ധപ്പെട്ട മൂല്യവർദ്ധനം എന്നുള്ളതിനെ ഗൗരവതരമായി കാണുന്നുണ്ട്. കാലാവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് പലപ്പോഴും നമുക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കാലാവസ്ഥയുടെ ഈ പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും എല്ലാം അഭിമുഖീകരിക്കുന്നതും അതിജീവിക്കാൻ കഴിയുന്നതുമായ തരത്തിൽ കാർഷിക മേഖലയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. അതിനായിട്ടാണ് ഈ 2370 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പിലാവാൻ പോകുന്നത്. ഇതിന്റെ ഭാഗമായി 100 കോടി രൂപ ഈ ബജറ്റിൽ തന്നെയും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ വരും കാലങ്ങളിൽ വരുന്ന 5 വർഷക്കാലം കൊണ്ട് ഈ തുകയും വരുന്നത്. അപ്പോൾ കാർഷിക മേഖലയെ മറ്റെല്ലാ ഇടങ്ങളിലും കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കാതിരിക്കുമ്പോഴും കേരളത്തിൽ കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. അല്ല, അത് കർഷകർ ഉന്നയിക്കുന്ന നിരവധിയായ കാര്യങ്ങളുള്ളതാണ്. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് എല്ലാ തരത്തിലുമുള്ള ഉന്നയിക്കുന്ന ആശങ്കകളും പരിഹരിച്ച് എങ്ങനെ നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ള പരിശോധനയാണ് സർക്കാർ തന്നെ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു. അവരുടെ റിപ്പോർട്ടുകൾ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ഇപ്പോൾ കൈമാറിയിട്ടുണ്ട്. അത് വകുപ്പുകളുടെ ചർച്ചകൾക്ക് ശേഷം ഗവൺമെന്റ് തലത്തിൽ ഉപസമിതിയും ബന്ധപ്പെട്ട മറ്റ് ആളുകളുമെല്ലാം അത് പരിശോധിച്ചതിന് ശേഷം കാർഷിക മേഖലയിലെ ഏറ്റവും കൃഷിക്കാരുമായി കൂടി ആശയവിനിമയം നടത്തി അത് നടപ്പിലാക്കാനാണ് നോക്കുന്നത്. അപ്പോൾ റിവോൾവിംഗ് ഫണ്ട് എന്നതില്ല, ബജറ്റിൽ വന്നില്ല എന്നുള്ളത് കൊണ്ട് അതെല്ലാം പ്രശ്നമാകുന്നൊന്നും ഒരിക്കലും കരുതേണ്ടതില്ല. നെൽകൃഷിയുടെ കാര്യത്തിലും വേറെ എങ്ങുമില്ലാത്ത തരത്തിൽ കേരളമാണ് ഏറ്റവും കൂടുതൽ വില നൽകുന്നത്. മാത്രമല്ല, പലരും അത് മാത്രമേ പറയാറുള്ളൂ. നമ്മൾ വിത്ത് ഉൾപ്പെടെ സൗജന്യമായി നൽകുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്നുകൂടി ഓർക്കേണ്ടതുണ്ട്. കൂടുതൽ സഹായിക്കേണ്ടതുണ്ട്. കാരണം കർഷകർക്ക് കൃഷിക്കും നല്ല പരിഗണന കൊടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് ആ പരിഗണന കേരളത്തിലെ ഗവൺമെന്റ് കൊടുക്കുക തന്നെ ചെയ്യും. രാജ്യത്ത് നമ്മൾ കണ്ടതാണ് ഒരു ബജറ്റിന്റെ കാര്യത്തിൽ ആയുധങ്ങൾക്ക് കൊടുക്കുന്ന പ്രാധാന്യം അന്നത്തിന് കൊടുക്കുന്നില്ല എന്നുള്ളത് നമ്മൾ അനുദിനം കണ്ടുകൊണ്ടിരിക്കുന്നിടത്ത് കേരളം അങ്ങനെ അല്ലാതെ കാണുന്നുണ്ട്. ആയുധങ്ങളൊന്നും വേണ്ടാന്ന് പറയുകയല്ല, പക്ഷേ എന്നാൽ ആയുധങ്ങൾ കൊണ്ട് മാത്രം ഒരു ജനതയെ സംരക്ഷിച്ചു നിർത്താൻ കഴിയുകയില്ല. അന്നം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അത് ഉണ്ടാക്കുന്ന കർഷകനെയും കർഷക തൊഴിലാളിയെയും പരിഗണിച്ചേ മതിയാവുകയുള്ളൂ.